ചെറുപ്പക്കാരായിട്ടുള്ള ഐഡിയാസ് ഉള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ ഈ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നില്ലേ പാർട്ടിക്ക് വേണ്ടി ആര് പണിയെടുക്കും? UDF ഭരണത്തിൽ വന്നു കഴിഞ്ഞാല് എന്തൊക്കെ മാറ്റങ്ങളാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്? കമ്മ്യൂണിസം എന്ന് പറയുന്ന കമ്മ്യൂണിസത്തിന്റെ ഒരു വിജയ ശതമാനം ലോകത്തെവിടെയും ഒരു സക്സസ്ഫുൾ ആയിട്ട് ഒരു ഭരണം നടത്തിയിട്ടുള്ളതായിട്ട്, ഒരു രാജ്യം നന്നാക്കിയിട്ടുള്ളതായിട്ട് ഒരു ഉദാഹരണം. ആ ചാരായം എന്ന് പറയുന്നത് പാവപ്പെട്ടവന്റെ അവന്റെ ഒരു എന്റർടൈൻമെന്റിന്റെ ഭാഗമായിരുന്നു. അവനത് ഉപയോഗിക്കാറുണ്ടായിരുന്നു. ഇപ്പൊ കൂടെ നിൽക്കുന്ന അണികളെ പ്രൊട്ടക്ട് ചെയ്യാതെ ഒരു നേതൃത്വത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. 50% വരുന്ന ഒരു ഹിന്ദു സമൂഹത്തിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വോട്ട് ബാങ്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കൊണ്ടു നടക്കാമെന്ന് LDF ചിന്തിക്കുന്നുണ്ട്, BJP NDAയും ചിന്തിക്കുന്നുണ്ട്. അതിന്റെ ഒരു വിഹിതം എങ്ങനെ മേടിക്കാമെന്ന് UDF ചിന്തിക്കുന്നുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഇലക്ഷനിൽ ഗ്രാസ് റൂട്ടിൽ പ്രവർത്തിക്കുന്ന നല്ലവരായിട്ടുള്ള UDF അനുഭാവികൾക്ക് ജനങ്ങൾ കൊടുത്ത വോട്ടാണ്. പക്ഷേ കോൺഗ്രസ്സുകാർക്കൊരു പ്രശ്നമുണ്ട്. കൂടെ നിൽക്കുന്നവനെ ഇപ്പൊ ഈ പറഞ്ഞ ഈ രാഹുലിന്റെ വിഷയം പറഞ്ഞതുപോലെ കൂടെ നിൽക്കുന്നവനെ പ്രൊട്ടക്ട് ചെയ്യാലോ. CPM എപ്പോഴും ഒരു പെണ്ണുകേസ് ഇല്ലാതെ നമുക്ക് അവർക്കൊരു ഇലക്ഷൻ വിജയിക്കാൻ പറ്റിയല്ല. കോൺഗ്രസ്സുകാർക്ക് KSകാർക്ക് തല്ല് കിട്ടിക്കഴിഞ്ഞാൽ അവർ ആ തല്ല് സ്വന്തമായിട്ട് തിരിച്ചു കൊടുക്കാനേ പറ്റുള്ളൂ. പാർട്ടി അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ രാഷ്ട്രീയം അതല്ല, സഹനത്തിന്റെ പാതയാണ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ഇടത് കവിളിൽ അടിച്ചു കഴിഞ്ഞാൽ നിന്റെ വലത് കരം കൂടി കാണിച്ചു കൊടുക്കാൻ പറയുന്ന രാഷ്ട്രീയം പറഞ്ഞ് കോൺഗ്രസ്സുകാർ നിൽക്കുകയുള്ളൂ. ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു. ഇന്നിപ്പോ അങ്ങനെയൊന്നും പാർട്ടിക്ക് പ്രവർത്തിക്കാനാണ് ആളെ കിട്ടുമെന്ന് തോന്നുന്നില്ല. നമസ്കാരം, വാക്കി ടോക്കിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഇലക്ഷൻ ചൂടിലേക്ക് എത്തി നിൽക്കുകയാണ് എല്ലാവരും. രാഷ്ട്രീയക്കാർ മാത്രമല്ല, ഇടത് വലത് പൊതുപ്രവർത്തകരും ജനങ്ങളും പ്രവാസികളായ ഞങ്ങളും ഒക്കെ രാഷ്ട്രീയ ചൂടിലാണ്. കോൺഗ്രസ് അല്ലെങ്കിൽ UDF ഭരണം പിടിക്കുമെന്നും LDF ഭരണം നിലനിർത്തുമെന്നും അവരവരുടെ പാർട്ടിക്കാരെ വിശ്വസിക്കുന്നുണ്ട്. ഈ അവസ്ഥയിൽ UDF 100, 110, 101 എന്ന സംഖ്യ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തില് UDF ഭരണത്തിൽ വന്നാൽ എന്തായിരിക്കണം അവർ ചെയ്യേണ്ടത്, ചെയ്യരുതാത്തത് എന്താണ്, നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ ഇവിടെ ഇരുന്ന് കാണുമ്പോഴത്തേന് കേരളത്തിൽ ഇനി എന്താണ് ആവശ്യമായിട്ട് വേണ്ടത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ജിൻസിന് എന്താണ് തോന്നുന്നത്? ഇങ്ങനെ ഒരു ഇലക്ഷന്റെ ഈ ഒരു ചൂടൊക്കെ വന്ന് നിൽക്കുമ്പോൾ എന്താ പറയാ, ഒരു രണ്ട് ടേം ആണ് അല്ലെ അവരിങ്ങനെ കണ്ടിന്യൂസ് ഭരിച്ചത്. അപ്പൊ അടുത്തൊരു ടേം ജനങ്ങൾ മൊത്തത്തിൽ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് എല്ലാരും കരുതുന്നത്. അപ്പൊ അടുത്തൊരു ടേം പിടിച്ചെടുത്തിട്ട് ജനങ്ങൾ മൊത്തത്തിൽ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളത് ഈ ഒരു ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൂടെ എല്ലാവർക്കും മനസ്സിലായെന്നാണ് വിചാരിക്കുന്നത്. ഈ ഒരു ഭരണം UDF പിടിച്ചെടുത്താൽ അത് നിലനിർത്താനായിട്ട്, അല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സിൽ ഈ ഒരു ഭരണം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് അവർ ചെയ്യേണ്ടതെന്നാണ് ഒരു സാധാരണ ഒരാളെന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ താമസിക്കുന്ന പ്രവാസികൾ എന്നുള്ള നിലയിൽ അങ്ങോട്ടേക്ക് നമ്മൾ ഉറ്റുനോക്കുമ്പോഴൊക്കെ എന്താണ് ജിൻസിന് തോന്നുന്നത്? നമ്മളിപ്പം അമേരിക്കയിലുള്ള അമേരിക്കൻ മലയാളികളുടെ ഒരു കാഴ്ചപ്പാട് പറയുകയാണെങ്കിൽ നമ്മൾ ഏകദേശം 6 ലക്ഷത്തോളം മലയാളികൾ ഉണ്ട് ഇവിടെ അമേരിക്കയിൽ. അപ്പം അത് അങ്ങനെയുള്ള ആൾക്കാരിൽ ഞാൻ നമ്മുടെ ഒത്തിരി സുഹൃത്തുക്കളെ കണ്ടിട്ടുണ്ട്. നാട്ടിലെ വിളിച്ച് രാഷ്ട്രീയം കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒത്തിരി അമേരിക്കൻ മലയാളികളുണ്ട്. കാരണം അവർക്ക് ഇപ്പം നമ്മൾ പറയല്ലേ, ഈ ക്രിസംഗികൾ എന്ന് പറയുന്ന ആൾക്കാരെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരു കൂട്ടർ നമ്മൾ ഈ അമേരിക്കൻ, കനേഡിയൻ, വിദേശ മലയാളികളാണ്. കാരണം ഇതിന്റെ അകത്ത് പെട്ടുപോയിട്ടുള്ള സിറിയൻ ക്രിസ്ത്യൻസിന്റെ ഏറ്റവും നല്ല വിഭാഗം ഇന്ന് വിദേശത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവര് കാണുന്ന, ഇപ്പം ഈ ആനേനെ കാണുന്നു എന്ന് പറയുന്ന പോലെ അവർ കാണുന്ന ചില കാഴ്ചപ്പാടിലാണ് അവർ കേരളത്തിലെ രാഷ്ട്രീയത്തെ കുറിച്ച് കാണുന്നത്. അപ്പം ആ രാഷ്ട്രീയം നമുക്ക് പറയാം. കാരണം ഇതിലിപ്പം എനിക്ക് തോന്നുന്നു ഈ അമേരിക്കൻ മലയാളികളിൽ 2 ആൾക്കാരുടെ സൗഹൃദമുള്ളവരും 100 ആൾക്കാർ സൗഹൃദമുള്ളവരും 2 പേരെ ഹയർ ചെയ്തിട്ടുള്ളവരും പല പല ബിസിനസ്സുകൾ നടത്തുന്ന ആൾക്കാരും ഒക്കെയുള്ള നമ്മളൊരു വളരെ ഒരു ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോ പറയാം, ഇപ്പം നമ്മളിപ്പോ ഈ ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ നടന്നത് പ്രമാണിച്ചാണ് ഇപ്പം UDFന് വൻ മുന്നേറ്റം ഒക്കെ പ്രവചിച്ചത്. എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ഇലക്ഷനാണ് വരാൻ പോകുന്നത് എന്നൊക്കെ എല്ലാവരും പ്രതീക്ഷിക്കുന്ന കാര്യമുണ്ട്. പക്ഷെ ആ ഒരു സാധ്യത മറ്റുള്ള പാർട്ടികൾ, ഇപ്പം അതിന് കേരളത്തിലെ
ഒരു ഇപ്പൊ കുറച്ചു കാലമായിട്ട് ആ ഒരു LDF UDF എന്നുള്ള ഒരു മത്സരം മാറിയിട്ട് മൂന്നാമതൊരു മുന്നണി കൂടെ, അതായത് NDAയുടെ ഒരു മുന്നണി കൂടെ ഇപ്പൊ മത്സരരംഗത്തുണ്ട്. അപ്പൊ വളരെ ചെറിയ മാർജിനിൽ, കേരളത്തിലെ രാഷ്ട്രീയം വെച്ച് പറഞ്ഞാൽ നമ്മൾ പറയുന്ന പോലെ ഒരു 2%, 3% സ്വിംഗ് ഉണ്ടാകുമ്പോൾ തന്നെ ഭരണമാറ്റം സംഭവിക്കുന്ന ഒരു സ്ഥലമാണ് കേരളം. കാരണം അത്ര രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ഒരു സംസ്ഥാനമാണ്. അപ്പൊ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ UDF ഒരു വോട്ട് ബാങ്ക് ഉണ്ട്, LDF ഒരു വോട്ട് ബാങ്ക് ഉണ്ട്. അപ്പൊ നമ്മൾ രണ്ടു കാര്യം, ഇപ്പം UDF ഭരണം കിട്ടിക്കഴിഞ്ഞിട്ട് കോൺഗ്രസ് അല്ലെങ്കിൽ UDF നേതൃത്വം നൽകുന്ന എന്തൊക്കെ ചെയ്യണമെന്ന് നമ്മൾ പറയുന്നതിന് മുന്നും തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ, ഇപ്പൊ ഈ സാധ്യത എത്രമാത്രം ഉണ്ട് എന്നുള്ളതും കൂടെ ഒരു ഘടകമാണ്. കാരണം ഈ ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം ഈ 3-4 മാസം 5 മാസം എന്നൊക്കെ പറയുന്നത് വലിയൊരു കാലയളവാണ്. ഒരു ട്രെൻഡ് തിരിഞ്ഞു വരാനായിട്ട് വളരെ സാധ്യതയുണ്ട്. ഇപ്പം നാട്ടിൽ നടന്നു വരുന്ന നായാടി മുതൽ നസ്രാണി വരെ, അപ്പം പണ്ട് നായാടി മുതൽ നമ്പൂതിരി വരെ ആയിരുന്നു. കേരളത്തിന്റെ സാഹചര്യത്തിൽ അത് നായാടി മുതൽ നസ്രാണി വരെ എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. പിന്നെ ഇപ്പം നായർ SNDP കോലീഷൻ അങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ഒരു ഹിന്ദു ഒരു കോലീഷൻ വേണം എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ രീതിയിലുള്ള പല വോട്ട് സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു കാര്യത്തെ വളരെ വിദഗ്ധമായിട്ട് ഉപയോഗിക്കാനും അത് ഉപയോഗിക്കാൻ പറ്റുന്ന മെഷീനറിയുമുള്ള ഒരു സംവിധാനമാണ് LDF. അപ്പൊ അവരുടെ സ്ട്രാറ്റജികളൊക്കെ വരുമ്പോൾ ഒരു കിറ്റിനെ തന്നെ ഒരു ഭരണമാറ്റത്തിനായിട്ട് ഉപയോഗിക്കാമെന്ന് കേരളം പ്രൂവ് ചെയ്തിട്ടുണ്ട്. കാരണം അത് അതുപോലെയുള്ള ഇനി എന്തെല്ലാം അഭ്യാസങ്ങൾ പല നമ്മൾ പറയല്ലേ സ്ട്രാറ്റജിസ്റ്റുകളും പ്ലാൻ ചെയ്തു വരുന്ന പോളിറ്റിക്സ് വരുന്ന ഇപ്പൊ PR കമ്പനികളാണ് കൂടുതലും ഇലക്ഷനെ. ഈ ജിൻസിപ്പ പറഞ്ഞപ്പോഴത്തേനും ഈ NSSന്റെയും SNDPയുടെയും ആ ഒരു അവരുടെ ഒരു സ്ട്രാറ്റജി, അല്ലെങ്കിൽ അത് ഒരു പിണറായിയുടെ ഒരു പ്ലാൻ ആയിട്ടോ, അല്ലെങ്കിൽ അവരുടെ ഒരു PR വർക്കായിട്ടോ, അല്ലെങ്കിൽ അവരുടെ ഒരു ടീമിന്റെ ഒരു ഭയങ്കര ഒരു വർക്കായിട്ട് തോന്നുന്നുണ്ടോ? അല്ല, അത് തീർച്ചയായിട്ടും സംശയമില്ലാത്ത കാര്യമല്ലേ. കാരണം അതിന്റെ അകത്തൊക്കെ പുറകിൽ ഇപ്പൊ ഒരാളുടെ മാത്രമല്ല, ഇപ്പൊ നമ്മള് ആരോട് സംസാരിച്ചാലും അതിന്റെ അകത്ത് BJPക്ക് താല്പര്യം ഉണ്ടാവും, BJPയുടെ കളികളുണ്ടാവും ഒരു സൈഡിൽ കൂടെ, അതിന്റെ അകത്ത് കോൺഗ്രസിന്റെയും ഒക്കെ താല്പര്യം ഉണ്ടാവും. പക്ഷെ ഇതിന്റെ അകത്ത് നമ്മൾ പറയും ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഇത് കോൺഗ്രസിന് ഒരു ചെറിയ ക്ഷീണം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം വലിയൊരു യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്ന ഒരാളെ ഇപ്പൊ നമ്മൾ പറയും ഇപ്പൊ സാധാരണ ഒരു വോട്ടറെ ഒരു കോൺഗ്രസ് പ്രവർത്തകനെ അല്ലെങ്കിൽ UDFന്റെ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു നേതാവിനെ മുന്നോട്ട് വയ്ക്കുന്നത് ആ പാർട്ടിയാണ്. അതുപോലെ തന്നെയാണ് മറ്റുള്ള പാർട്ടികൾ. അപ്പൊ രാഹുലിന്റെ ഭാഗത്ത് എത്രമാത്രം വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്, എത്ര തെറ്റുകൾ ഉണ്ടെങ്കിൽ കൂടിയും ആ നേതാവിനെ മുന്നോട്ട് വെച്ച പാർട്ടിയാണ്. അങ്ങനെ ഒരു നേതാവിനെ പോലും കൈയൊഴിയാൻ യാതൊരു ചാഞ്ചല്യവും ഇല്ലാത്ത ഒരു കൂട്ടം നേതാക്കന്മാരാണ് ഈ പാർട്ടിക്കകത്തുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അണികൾക്ക് ഈ നേതൃത്വത്തോട് ഒരു സംശയം ഉണ്ടാവും. അപ്പൊ നമുക്കൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളെ ഈ പാർട്ടി എങ്ങനെയായിരിക്കും കൈയൊഴിയുന്നത്? കുറെ ആൾക്കാർക്ക് നേതൃത്വത്തിലേക്ക് വരാൻ മറ്റുള്ളവരെ ചവിട്ടി തയ്ക്കുക. കോൺഗ്രസിൽ തന്നെ കോൺഗ്രസിന് നേതാവിന് വളർന്നു വരണമെങ്കിൽ അവരുടെ സ്പേസ് അവർ തന്നെ കണ്ടെത്തി പടപൊരുതി കയറി വരണം. അപ്പൊ അങ്ങനെ വരേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ ഇങ്ങനെ. ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ ഈ കോൺഗ്രസിന്റെ തലപ്പത്ത് നിൽക്കുന്ന പ്രതിപക്ഷ നേതാവായിക്കോട്ടെ, അല്ലെ KPCC പ്രസിഡന്റ് ആയിക്കോട്ടെ, പുള്ളിക്ക് അവർക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം വന്നാൽ സെയിം അവസ്ഥയിൽ തന്നെ ഇപ്പൊ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കഴിഞ്ഞ് അതിന്റെ അകത്ത് ശരിയോ തെറ്റോ എന്നുള്ളത് നോക്കുക പോലും ചെയ്യാതെ, ഇപ്പൊ ഇവർക്കൊക്കെ കുറച്ചുകൂടെ കൃത്യമായിട്ട് അറിയായിരിക്കും ഈ പറഞ്ഞ ഒരു വിഷയം, അത് ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു വിഷയം, അതൊരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ അദ്ദേഹത്തിന് പ്രശ്നം ഉണ്ടായിരിക്കാം. പക്ഷെ അദ്ദേഹത്തിനെ കൈയൊഴിഞ്ഞ രീതി ഇന്നത്തെ ഈ രാഷ്ട്രീയത്തില് അത് ഒരു പൊതുജനം അത് അല്ലെങ്കിൽ പാർട്ടി അണികൾ അത് അംഗീകരിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഈ ഒരു പരാതി നേരിടുന്ന ഒരുപിടി നേതാക്കള് LDFിലുണ്ട്, UDFിലും ഉണ്ട്, ഈ പരാതി പറയുന്നവരിലും ഉണ്ട്. അതായത് നിങ്ങൾ പാവം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞ പോലെ ഈ പാപം ചെയ്യാത്തവരാരും ഇല്ലേ, കല്ലെറിയുന്നവരും കല്ലെറിയപ്പെടുന്നവരും ഇതിന്റെ അകത്ത് ഒത്തിരി നിൽക്കുന്നുണ്ട്. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന് മാത്രം ഒരു പ്രത്യേക ഇത് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നതാണ്. അതുപോലെ തന്നെ UDFന്റെ നേതൃത്വം പറയുന്നത് പോലെ ഈ മോറൽ എന്നുള്ള ഒരു സൈഡ് അവരവരുടെ ഭാഗത്തിൽ നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ അത് അവരവർ തന്നെ അത് തീർക്കണം, അത് പിന്നെ പാർട്ടി അത് ഏറ്റെടുക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നതിനോട് എന്ത് അഭിപ്രായം? അല്ല, അത് നമ്മൾ സമ്മതിക്കുന്നുണ്ടല്ലോ. അതൊക്കെ വെച്ചാൽ ഇപ്പൊ ഓൾറെഡി ഇതിനെക്കുറിച്ചൊക്കെ ഡിസ്കഷൻ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ കുറച്ച് നേതാക്കന്മാരുടെ ഞങ്ങളാണ് ഇതിന്റെ ഒരു തലപ്പത്ത്, നമ്മൾ സദാചാരത്തിന്റെ കുത്തകാവകാശം നമ്മളങ്ങ് ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞ് കൂടെ നിൽക്കുന്നവനെ പ്രൊട്ടക്ട് ചെയ്യാത്ത ആ ഒരു നേതൃത്വത്തിന്റെ ഒരു വശപ്പശ കൂടി ഇതിന്റെ അകത്തുണ്ട്. കാരണം അവരുടെ ഒരു പരിചയക്കുറവെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ആ തലപ്പെട്ട ഈ രാഷ്ട്രീയം കോൺഗ്രസ് കളിക്കാൻ തുടങ്ങിയിട്ട് ഇതൊന്നുമല്ല. നമ്മളൊരു കാര്യം ആലോചിച്ച് നോക്കിയാൽ മതി. പണ്ട് ഇതിന് ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറഞ്ഞാൽ AK ആന്റണി എന്ന് പറയുന്ന നേതാവ് നമ്മുടെ നാട്ടിൽ ചാരായം നിരോധിച്ചു. ചാരായം, മദ്യം ഒരു സോഷ്യൽ ഒരു ഈവിളാണെന്ന് നമ്മൾ കണക്ക് കൂട്ടുന്നുണ്ടെങ്കിലും ആ ചാരായം എന്ന് പറയുന്നത് പാവപ്പെട്ടവന്റെ
ഒരു അവന്റെ ഒരു എന്റർടൈൻമെന്റിന്റെ ഭാഗമായിരുന്നു. അവൻ അത് ഉപയോഗിക്കാറുണ്ടായിരുന്നു. ആ ചാരായം നിരോധിച്ചിട്ട് എന്ത് സംഭവിച്ചു? ആ നിരോധിച്ച് ആന്റണി അവിടെ പോയി ആ ചാരായം നിരോധിച്ചിരുന്നു. ഇന്ന് കേരളത്തില് പണ്ട് 300 320 ബാറുകൾ ഉണ്ടായിരുന്ന 1000-ന് മുകളിൽ ബാറുകളായി. ഇന്ന് കേരളത്തിന്റെ വരുമാനം കേരളത്തിൽ തന്നെ നയിക്കുന്നത് ഈ ഈ മദ്യ വ്യവസായമാണ്. ഈ മദ്യ വ്യവസായം എത്ര ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട്? മദ്യമൊന്നും ഒരു കാലഘട്ടത്തിൽ നമുക്കൊന്നും നിരോധിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമല്ല. അത് വേണമെന്ന് മനുഷ്യൻ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ അത് ഏറ്റവും വലിയൊരു പരാജയമാണ് അത് കോൺഗ്രസിന്റെ. അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ വലിയ ഒരു രോഗത്തിന് ചെറിയ കൊടുക്കുന്ന ഒരു ഒരു മരുന്ന് പോലെ ഒരു പൊട്ടത്തരം എന്നേ നമുക്ക് പറയാൻ പറ്റും. നല്ലൊരു അഡ്മിനിസ്ട്രേഷൻ ഒരു വിഷണറി ആയിട്ടുള്ള ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒരു ഭരണ പരിചയത്തിന്റെ കുറവ് കൊണ്ട് ചെയ്യുന്നതാണ്. ഈ ആദർശം അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഒരു പെണ്ണ് കേസോ ഒന്നും ഈ ഒരു കാലഘട്ടത്തിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പൊ പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും രാഹുൽ ഒരു പിന്നെ പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയില് രാഹുൽ ഇതൊക്കെ സൂക്ഷിക്കണമായിരുന്നില്ലേ? ഇത് ചെയ്തത് എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു സൂക്ഷ്മത വേണമായിരുന്നില്ലേ? രാഹുലിന്റെ സൂക്ഷ്മതയും രാഹുൽ ശ്രദ്ധിക്കാതിരിക്കുന്ന രാഹുലിന് അങ്ങനെ ഒരു വൈകല്യം ഉണ്ട് എന്ന് നമ്മൾ അംഗീകരിച്ചു കൊടുത്താൽ തന്നെയും അദ്ദേഹത്തിന്റെ നേതൃത്വ പാഠവും ഇത് പുള്ളി കൺവിക്ട് ചെയ്തിട്ടില്ലല്ലോ. നമ്മൾ ഈ പറഞ്ഞാൽ കേസ് കോടതിയിൽ നിൽക്കുന്നു. അപ്പൊ ഇപ്പൊ നമ്മള് പറയുകയാണ്, ഇപ്പൊ കോൺഗ്രസിലേക്ക് വന്ന ഇടതുപക്ഷത്തു നിന്ന് കോൺഗ്രസിലേക്ക് വന്ന ഒരു നേതാവ് സൈനാദേവി കുഞ്ഞമ്മയുടെ ഒരു ഇന്റർവ്യൂ പോലും അതിന്റെ അകത്ത് അവർ പറയുന്നത് പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഈ യൂത്ത് ഐക്കൺസിന് പോലും യൂത്ത് നേതാക്കൾക്ക് പോലും രാഹുൽ മാക്കുണ്ടത്തിന്റെ പ്രകടനം കണ്ട് അതിശയപൂർവ്വം നോക്കി നിന്നിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷെ അങ്ങനെയുള്ള ഒരു നേതാവിന് നമ്മൾ ഇതിനെ ന്യായീകരിക്കുന്നതല്ല. ഇതിനൊക്കെ ഒരു രാഷ്ട്രീയത്തിൽ ഒരു സമാനത വേണമല്ലോ. ഇപ്പൊ കൂടെ നിൽക്കുന്ന അണികളെ പ്രൊട്ടക്ട് ചെയ്യാതെ ഒരു നേതൃത്വത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അപ്പൊ അതിന്റെ അകത്ത് ഈ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കോൺഗ്രസ് ഞാൻ പറയുകയാണ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ കോൺഗ്രസിന്റെ ഇപ്പം ഈ ഒരു UDF എന്ന് പറയുന്ന ഒരു സംവിധാനത്തില് ഒരു ഉദാഹരണം പറയാം. ഇന്നിപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ SNDP NSS അലയൻസ് എന്നൊക്കെ പറയുന്നതിന്റെ ഒരു ഘടകം എന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദു 50% വരുന്ന ഒരു ഹിന്ദു സമൂഹത്തിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വോട്ട് ബാങ്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കൊണ്ടു നടക്കാമെന്ന് LDF ചിന്തിക്കുന്നുണ്ട്, BJP NDAയും ചിന്തിക്കുന്നുണ്ട്. അതിന്റെ ഒരു വിഹിതം എങ്ങനെ മേടിക്കാമെന്ന് UDF ചിന്തിക്കുന്നുണ്ട്. ആ ഭൂരിപക്ഷ സമുദായത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഇനി ഒരു ഭരണം കേരളത്തിൽ ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണെന്ന് നടക്കുകയില്ല. കാരണം ആ ഒരു വ്യത്യാസം നമ്മുടെ ഒരു സൊസൈറ്റിയിൽ വളർന്നു വന്നിട്ടുണ്ട്. കാരണം ചിലർ അവഗണിക്കപ്പെടുന്നു. പ്രത്യേകിച്ച് കേരളത്തിന്റെ സാഹചര്യത്തില് ന്യൂനപക്ഷങ്ങൾ അനർഹമായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കുന്നു എന്നുള്ള ചിന്താധാര വന്നിട്ടുണ്ട്. അതിനകത്തൊക്കെ എത്രയൊക്കെ ന്യായം പറഞ്ഞു കഴിഞ്ഞാലും അറിയാലോ. അപ്പൊ ഞാൻ ഒരു ഉദാഹരണം കൂടി പറയാം. നമ്മുടെ UDFന്റെ അകത്തുള്ള 2 പാർട്ടികൾ, ഒന്ന് കേരള കോൺഗ്രസിന്റെ ഒക്കെ സ്വാധീനം എന്ന് പറയുന്നത് പണ്ടത്തെ കാലത്തെ പോലെ ഒരു വലിയ സ്വാധീനമൊന്നുമില്ല. പണ്ടതൊരു കത്തോലിക്കരുടെ സിറിയൻ ക്രിസ്ത്യൻസിന്റെ പാർട്ടിയായിട്ട് അല്ലെങ്കിൽ സിറിയൻ ക്രിസ്ത്യൻസ് നായർ കമ്മ്യൂണിറ്റിയുടെ ഒരു മിക്സ് ആയിരുന്നു കേരള കോൺഗ്രസ്. 25 സീറ്റ് വരെയും കിട്ടിയ ഒരു കാലം ഉണ്ടായിരുന്നു കേരള കോൺഗ്രസ്. 25 സീറ്റ് എന്ന് കേരള നിയമസഭയിൽ 25 സീറ്റുകളാണ്. എനിക്ക് തോന്നുന്നു 117 സീറ്റുകൾ ഉണ്ടായിരുന്ന സമയത്താണെന്ന് തോന്നുന്നു. എനിവേ, അപ്പൊ ആ സമയത്ത് അത്രയും സീറ്റ് കിട്ടി ഇപ്പൊ കേരള കോൺഗ്രസ്. അതുപോലെ തന്നെ മുസ്ലിം ലീഗും ഒരു മതേതര പാർട്ടിയാണ്. കേരള കോൺഗ്രസും ഒരു മതേതര പാർട്ടിയാണ്. ഇവർ രണ്ടുപേരും പക്ഷെ ഇവരുടെ സീറ്റ് നോക്കുക, മുസ്ലിം ലീഗ് കൊടുക്കുന്നത് മുഴുവൻ മുസ്ലിം ഒരു UC രാമൻ എന്ന് പറയുന്ന ഒരാളെ ഏതൊരു മണ്ഡലത്തിൽ അവർ മത്സരിപ്പിച്ച് ജയിപ്പിക്കുന്നതല്ലാതെ അതാണ് അവരുടെ മതേതര മുഖം എന്ന് പറയുന്നത്. അപ്പം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ക്രിസ്ത്യൻ നാമധാരികൾ ഒരാളെ ഇപ്പം 1-2 പേരെ മറ്റൊന്ന് ഹിന്ദു കമ്മ്യൂണിറ്റിന്റെ കേരള കോൺഗ്രസ് ഉണ്ടായിരുന്ന സമയത്ത് ബാലകൃഷ്ണപിള്ള ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം ഉണ്ടായിരുന്നു. എന്നാലും ഭൂരിപക്ഷം ആൾക്കാരും ക്രിസ്ത്യൻസ് ആണ് അതിനകത്ത് വരുന്നത്. അപ്പൊ ഈ ന്യൂനപക്ഷങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഈ 2 പാർട്ടികളും അവരുടെ സമുദായത്തിൽപ്പെട്ട ആൾക്കാർക്ക് മാത്രം പരിഗണന കൊടുക്കുമ്പോൾ UDFിനുണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ UDFിലെ ഹിന്ദു നേതാക്കന്മാർക്ക് അവസരങ്ങൾ കുറഞ്ഞു വരും. കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു വലിയ പ്രസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അകത്ത് അവർക്ക് ക്രിസ്ത്യാനിക്കും ഇത് കൊടുക്കണം, മുസ്ലിമിന് നോമിനേഷൻ കൊടുക്കണം. അപ്പൊ ആ 2 വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം ഇതിനകത്ത് കൂടി പോകുന്നുണ്ട്. അപ്പൊ ഇതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞ ഈ UDF ചെയ്യേണ്ട ഒരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മതേതര പാർട്ടിയാണെന്ന് നിങ്ങൾ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ 3-1 സീറ്റെങ്കിലും മുസ്ലിം ലീഗിന്റെ 3-1 സീറ്റ് മറ്റു മതസ്ഥർക്ക് കൊടുക്കണം. അങ്ങനെ അല്ലെങ്കിൽ അവർ മതേതര പാർട്ടിയല്ല, അവർ വർഗീയ പാർട്ടിയാണ്. രണ്ടാമത്തെ കേരള കോൺഗ്രസിന്റെയും ഈ പറഞ്ഞ 3-1 സീറ്റെങ്കിലും മറ്റു മതസ്ഥർക്ക് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ അവർ മതേതര പാർട്ടി എന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോഴാണ് കോൺഗ്രസിന്റെ അകത്തുള്ള ഈ പറയുന്ന പോലെ ഈ ഹിന്ദു നേതാക്കന്മാർക്കും കൂടെ അവസരം കിട്ടുള്ളൂ. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അവര് എണ്ണം പറഞ്ഞു വരുമ്പോൾ 5-ാം മന്ത്രി 6-ാം മന്ത്രിയൊക്കെ ചോദിച്ചു വന്ന് പിന്നെ കോൺഗ്രസിന്റെ അകത്ത് 2 നേതാക്കൾ കൂടെ വന്നു കഴിയുമ്പോൾ പകുതി മന്ത്രിസ്ഥാനവും അങ്ങനെ ഒരു സമുദായത്തിന്റെ കയ്യിലിരിക്കും. അങ്ങനെ ഉണ്ടാകുന്ന ഒരു വലിയ വിഷയമുണ്ട്.
ഉണ്ടാകുന്ന നമ്മൾ പറയുന്ന ആ ഒരു സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ഡിവിഷനാണ് ഈ SNDP-നെ NSSനെയും ഒക്കെ എത്ര വിരുദ്ധമായ ആശയം ഉണ്ടെങ്കിൽ കൂടിയും അവര് ഈ ചേരികളിലേക്ക് പോകാനായിട്ട് അവരെ അല്ലെങ്കിൽ മറ്റുള്ള എന്തൊക്കെ ഇതുണ്ടെങ്കിലും അവരെ ഒന്നിച്ച് നിർത്തുന്ന ഒരു ഘടകം. അവരെ ഒന്നിച്ച് നിർത്തി കഴിഞ്ഞാൽ അപ്പൊ ഇതിനകത്ത് പറയുകയാണ്, ഇതിനകത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരെയും ഇൻക്ലൂസീവ് ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു സംവിധാനമാണ്. അതിനകത്ത് കോൺഗ്രസ് ആണെങ്കിലും ഈ നേതൃത്വത്തിലൊക്കെ മത്സരത്തിൽ ജയിക്കുക എന്ന് പറഞ്ഞാൽ ഇനി ഒരു കാര്യം 2, 3 അല്ലെങ്കിൽ 4 തവണയൊക്കെ 1, 2 നേതാക്കൾക്ക് ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച് അതുപോലെ പ്രൊഫൈലുള്ള KPCC പ്രസിഡന്റ് ആയിട്ടിരുന്ന ആൾക്കാർ, മുഖ്യമന്ത്രി ആയിട്ടിരുന്ന ആൾക്കാർ, അല്ലെ അങ്ങനെ ഇപ്പൊ രമേശ് ചെന്നിത്തലയ്ക്കോ അങ്ങനെ KS സുധാകരനോ ഒക്കെ ചില ഒഴിവുകൾ കൊടുത്തു കഴിഞ്ഞാലും, ഇപ്പൊ ഞാൻ പറഞ്ഞ AK ആന്റണി എന്ന് പറയുന്ന ആള് കോൺഗ്രസിന് പണ്ട് എന്തൊക്കെ സംവിധാനം കൊടുത്തിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിനൊക്കെ വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്ന് തന്നെ മാറ്റിക്കളാണ്. ഇനിയിപ്പോ അദ്ദേഹം എന്ത് പാർട്ടിക്ക്, അദ്ദേഹം എല്ലാ ബെനിഫിറ്റും ഈ പാർട്ടിയുടെ പേരിൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്, അദ്ദേഹം ചെയ്തിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള ഒരാള് ഒരു NDAയുടെ അതായത് BJPയുടെ നാഷണൽ ജനറൽ സെക്രട്ടറിയാണ്. അപ്പൊ ഒരു വീട്ടിലുള്ള ആൾക്കാർ, അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരാളെ അക്കോമഡേറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമല്ല ഈ പ്രവർത്തക സമിതി എന്ന് പറയുന്നത്. പ്രവർത്തക സമിതിയിൽ ഈ ചെറുപ്പക്കാരായിട്ടുള്ള ഐഡിയാസ് ഉള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ ഈ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നില്ലേ പാർട്ടിക്ക് വേണ്ടി ആര് പണിയെടുക്കും? അത് ഈ പറയുന്നത് പ്രവർത്തക സമിതി തൊട്ട് താഴോട്ട് എല്ലാ ആൾക്കാരും ഈ 8, 10, 15 തവണ മത്സരിച്ചിട്ടും പല മണ്ഡലങ്ങളിലും കിടാതെ നിൽക്കുന്ന ആൾക്കാരെ, ഒഴിവാകാതെ നിൽക്കുന്ന ആൾക്കാർ ഈ പാർട്ടിയിൽ നിന്ന് മാറ്റിയെങ്കിൽ മാത്രമേ ഈ പാർട്ടി റിവൈവ് ചെയ്യുകയും ഭരണത്തിലേക്ക് വരണമെങ്കിൽ ഇപ്പം യൂത്തിനെയൊക്കെ അട്രാക്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മൾ കുറെ ആൾക്കാർ പേരെടുത്ത് പറയാം. ഇപ്പൊ ഞാൻ പറയാണ്, ഇപ്പം കേരള കോൺഗ്രസിന്റെ ശക്തി എന്ന് പറയുന്നതൊക്കെ അത് കേരള കോൺഗ്രസിനൊന്നും ആ പറയുന്ന പോക്കറ്റുകളിൽ ഒന്നും ഒരു ശക്തിയില്ല. ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഇത് മാത്രമേ അവർക്കുള്ളൂ. ഇപ്പൊ PJ ജോസഫ് വീണ്ടും തൊടുപുഴ മത്സരിക്കുക എന്ന് പറയുന്നതിന് അതിന് പാർട്ടി ഒരു സീറ്റ് ബലി കൊടുക്കുക എന്ന് പറഞ്ഞേ. കാരണം അദ്ദേഹത്തിന് പകരം അദ്ദേഹത്തിന്റെ മകനെ കൊണ്ടേ ആക്കുന്നു. അങ്ങനെയുള്ള പരമ്പരാഗതമായിട്ട് ഇതൊരു ചക്രവർത്തി പദം ഒന്ന് മാറിക്കൊടുക്കേണ്ട ഒരു സംസ്ഥാനമല്ല കേരളം. ആ കേരളത്തിൽ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ചില ഉണ്ടാകും. ഇപ്പം ഇടതുപക്ഷത്ത് നിൽക്കുന്ന കേരള കോൺഗ്രസിന്റെ ഒരു പീസിനെയും കൂടെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ UDFന് ഭരണം കിട്ടും. UDFന്റെ ഭരണം കിട്ടാനുള്ള സാധ്യത നഷ്ടപ്പെടുത്തി കളയുകയാണ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് എംപിമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MPമാർക്ക് MLA-മാരായിട്ട് മത്സരിക്കണം. ഇപ്പൊ കുറെ നേതാക്കന്മാരുണ്ട്. ഇപ്പൊ നമ്മൾ അവരെ പ്രായത്തെ നമ്മൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ കൂടി PJ കുര്യനെ പോലുള്ള ആൾക്കാര്, അവര് VM സുധീരനെ പോലുള്ള ആൾക്കാർ, അവരുടെയൊക്കെ കാലഘട്ടം അവർക്ക് കഴിഞ്ഞു. പുതിയ തലമുറയ്ക്ക് അല്ലെങ്കിൽ ഈ പാർട്ടിക്ക് അല്ലെങ്കിൽ ഇനി തിരിച്ചു വരാൻ പറ്റുകയില്ല. ഈ പാർട്ടിക്ക് തിരിച്ചു വരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജനങ്ങളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുകയില്ല. കാരണം യുവതലമുറയെ ഈ രാഷ്ട്രീയത്തിലേക്ക് ആകർഷിക്കണമെങ്കിൽ ഈ പഴയ നിൽക്കുന്ന ആൾക്കാര് അവരെ ഇതുകൊണ്ട് മാറ്റിക്കളഞ്ഞാൽ മാത്രമേ ഈ ഭരണത്തിലേക്ക് വരാൻ പറ്റുള്ളൂ. ഇതിപ്പോ നമുക്ക് ഭരണം കിട്ടുന്ന ആ ഒരു അവസ്ഥയിലേക്കാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഇലക്ഷന്റെ റിസൾട്ട് വന്നതിന് ശേഷം കോൺഗ്രസ് നേതാക്കന്മാർക്ക് അല്ലെ UDFന്റെ നേതാക്കന്മാർക്ക് ഈ ആത്മവിശ്വാസം ഇച്ചിരി കൂടിയിട്ടുണ്ട്. ആ കൂടിയ ഈ ആത്മവിശ്വാസം ഒരു അഹങ്കാരമായിട്ട് മാറാനും അഹങ്കാരം ഇവർക്ക് ഈ ഭരണം നഷ്ടപ്പെടുത്താനുള്ള സാധ്യത നിലവിൽ കാണുന്നുണ്ട്. അപ്പൊ അത് ഇപ്പൊ നമ്മളിപ്പോ ഒരു ഇതിൽ വന്നു കഴിഞ്ഞാല് ഈ ഇവര് പറയുന്ന പോലെ ഒരു അധികാരത്തിലേക്ക് എത്തിയെന്ന് തന്നെ വെക്കാം. അടുത്തൊരു ജനറേഷനെ ഒരു കൈമാറിയെന്ന് തന്നെ വെക്കാം. ഇതൊക്കെ നമുക്കൊരു ഹിപ്പോത്തറ്റിക്കൽ ആയിട്ട് നമുക്ക് പറയാം. ഇവരെല്ലാരും ഈ 100 സീറ്റ് പിടിച്ചെന്നോ അല്ലെങ്കിൽ 90 സീറ്റ് പിടിച്ചെന്നോ ഇവര് എന്നിട്ട് UDFന്റെ ഭരണം വന്നെന്ന് പറഞ്ഞ് നമുക്ക് വെക്കാം. നമ്മൾ ഇത്ര നേരവും നമ്മൾ രാഷ്ട്രീയം പറഞ്ഞു. ഇവര് അധികാരത്തിൽ വന്നു കഴിഞ്ഞാല് ഇത്രയും ഈ 2 ടേം ഭരിച്ച ഈ LDFന്റെ ഭരണത്തിൽ ജനങ്ങൾക്ക് മടുത്തിരിക്കുന്ന പല കാര്യങ്ങളുണ്ട്. അപ്പൊ UDF ഭരണത്തിൽ വന്നു കഴിഞ്ഞാല് എന്തൊക്കെ മാറ്റങ്ങളാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്? ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ കേരളത്തിന് എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്? എന്തൊക്കെ UDFന് ചെയ്യാൻ പറ്റും? എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്? അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? കേരളത്തില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭരണവിരുദ്ധ വികാരമുണ്ട്. കാരണം ഈ പാർട്ടി അണികൾക്ക് നമ്മൾ പണ്ടും പറഞ്ഞിട്ടുള്ളത് പോലെ ഇപ്പൊ ബംഗാളിൽ സംഭവിച്ചതുപോലെ കേരളത്തിലെ ജനങ്ങൾക്ക് കേരളത്തിൽ കുറച്ചുകൂടെ വിദ്യാഭ്യാസവും വിവരവുമുള്ള ഒരു ജനങ്ങളാണെങ്കിൽ കൂടി ഈ പാർട്ടി എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അത് നമ്മൾ പറയല്ലേ, നമ്മൾ ചില കൾട്ട് ഗ്രൂപ്പുകൾ എന്നൊക്കെ പറയുന്ന പോലെ CPM-ന് നല്ല സംഘടനാ സംവിധാനമുണ്ട്. ഇതിനോട് ഒരു ആശയത്തോടു കൂടി വളരെ ചെറുപ്പകാലം തൊട്ട് ഈ പിള്ളേരെ ഈ രാഷ്ട്രീയത്തിലേക്കും അല്ലെങ്കിൽ മതവിശ്വാസത്തിലേക്കും ഒക്കെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ആ ഒരു വൈറസ് പെട്ടെന്നൊന്നും മാറാൻ പറ്റുന്നില്ല. ഇവർക്ക് മാനുഷികമായിട്ട് ഈ പറഞ്ഞ ഒരു പരിഗണനയില്ല. അവർ കുറെ ഈ കമ്മ്യൂണിസം എന്ന് പറയുന്ന കമ്മ്യൂണിസത്തിന്റെ ഒരു വിജയ ശതമാനം ലോകത്തെവിടെയും ഒരു സക്സസ്ഫുൾ ആയിട്ട് ഒരു ഭരണം നടത്തിയിട്ടുള്ളതായിട്ട്, ഒരു രാജ്യം നന്നാക്കിയിട്ടുള്ളതായിട്ട് ഒരു ഉദാഹരണം
ഇപ്പൊ നമ്മൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നമ്മളൊക്കെ കുറച്ചുകൂടെ ലോകത്ത് ഈ ട്രാവൽ ചെയ്യുന്നതല്ല. ഏതെങ്കിലും ഇപ്പൊ ക്യൂബയുടെ അവസ്ഥ നമുക്ക് അമേരിക്കയുടെ കിടക്കുന്നതാണ്. ക്യൂബയുടെ ഒക്കെ ഒരു അവസ്ഥ എന്താണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം. അതായത് മനുഷ്യനെ, പക്ഷെ കുറച്ച് നേതാക്കന്മാർ സുഖിച്ചില്ല, കുറച്ച് നേതാക്കന്മാർ അതിന്റെ തലപ്പത്ത് വന്നില്ല. എന്ത് ആശയമാണ്? കുറെ ആൾക്കാർ പാവങ്ങളെ കുറച്ചുകൂടെ പാവങ്ങളാക്കുക, അവരെ പറ്റിച്ച് അവരുടെ അടുത്ത് നിന്ന് ലവി പിരിച്ച് കുറെ ആൾക്കാർ സുഖമായിട്ട് സുഭിക്ഷമായിട്ട് ദൂർത്തടിച്ച് ജീവിക്കുന്ന ആ സമയം അതിന്റെ ഒരു ആന്റി ഇൻകംബൻസി ഫാക്ടറുകൾ ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺഗ്രസ്സുകാർക്ക് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഈ അഹംഭാവം ഉണ്ടായത് കോൺഗ്രസിനോട് താല്പര്യമുള്ളത് കൊണ്ട് മാത്രം വോട്ട് ചെയ്ത, അല്ലെങ്കിൽ UDFിനോട് താല്പര്യമുള്ളത് കൊണ്ട് മാത്രം വോട്ട് ചെയ്തതല്ല. അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഇലക്ഷനിൽ ഗ്രാസ് റൂട്ടിൽ പ്രവർത്തിക്കുന്ന നല്ലവരായിട്ടുള്ള UDF അനുഭാവികൾക്ക് ജനങ്ങൾ കൊടുത്ത വോട്ടാണ്. അത് രണ്ടാമത്തെ ഈ വോട്ട് നല്ല ശതമാനം LDFകാര്, കാരണം കമ്മ്യൂണിസ്റ്റുകാര് നമ്മൾ എത്രയോ ആൾക്കാരോട് പാർട്ടി ലെവലില് ഈ പാർട്ടിയുടെ മെമ്പർഷിപ്പ് ഉള്ള ആൾക്കാർ പോലും ഈ പാർട്ടിക്കെതിരായിട്ട് വോട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം അത്രമാത്രം വെറുത്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ പക്ഷേ ഈ കോൺഗ്രസ്സുകാരുടെ പ്രശ്നം ഇപ്പൊ രാഹുലിനെ തള്ളിക്കളഞ്ഞതുപോലെ ഒരു ഉദാഹരണം കൂടെ നമുക്ക് പറയാം. നമ്മൾ ഇതിന്റെ അകത്ത് ഇവര് ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ആ ഭരണത്തിന് നേതൃത്വം ഇപ്പൊ UDFിലൊക്കെ പ്രത്യേകിച്ച് എന്താന്ന് വെച്ചാൽ പിന്നെ എല്ലാം വീതം വെപ്പാണല്ലോ. ആ വീതം വെപ്പിന്റെ അകത്ത് പിന്നെ എന്നാന്ന് വെച്ചാൽ നമുക്ക് സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ഭരിക്കണം. അപ്പൊ ഈ പിന്നെ ഇതിനു വേണ്ടി പ്രവർത്തിച്ച അണികളെ ഇവര് കൈകാര്യം ചെയ്യില്ല. ഞാൻ പറഞ്ഞ വെച്ച് കഴിഞ്ഞാൽ ഈ LDF ഇപ്പൊ നമ്മൾ ഈ പോലീസിന്റെ ഒരു മെഷീനറി എന്തെല്ലാം അക്രമമാണ് കാണിക്കുന്നത്, എത്ര വിധേയത്വത്തോട് രാജഭക്തിയോടെ പ്രവർത്തിക്കുന്ന കുറെ രാജഭടന്മാരായിട്ട് കേരളത്തിലെ പോലീസുകാർ മാറിയിട്ടുണ്ട്. ഇത്ര വിധേയത്തോടെ ഈ പോലീസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രൗഡ് പോലും കീപ്പ് സെൽഫ് റെസ്പെക്ട് ഇല്ലാത്ത കുറേയേറെ പാർട്ടി അണികളെ ഇവർ ഈ പാർട്ടിക്കകത്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഈ UDF അധികാരത്തിൽ വന്ന് ആദ്യം എടുത്തു മാറ്റുന്നത് ഇതുങ്ങളെല്ലാം സസ്പെൻഡ് ചെയ്യണം. ഇതിപ്പോ ഇങ്ങനെ ഒരു സിസ്റ്റത്തെ എടുത്ത് വെച്ച് കറപ്റ്റഡ് ആയിട്ട് പാർട്ടി അണികൾ കണ്ട് DYFIക്കാരെയും പാർട്ടി അണികളെ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ അത് കോൺഗ്രസ്സുകാർ ചെയ്യല. കോൺഗ്രസിന് ഇപ്പം ആഭ്യന്തര വകുപ്പ് കോൺഗ്രസിനാ കിട്ടിയെങ്കിൽ അത് ചെയ്യല. കൂടെ നടന്ന പാർട്ടിക്കാരെയും തല്ലുകൊണ്ടവനെയും അടിച്ചവനെയും ചെടിച്ചട്ടിക്ക് തലയടിച്ചു പൊട്ടിച്ച പോലീസുകാരനെയും തലക്കടിച്ച പോലീസുകാരനെ എല്ലാം ഈ ഇതിൽ നിന്ന് റിമൂവ് ചെയ്യണ്ടേ, അത് ഇവർ ചെയ്യല. ഉദാഹരണം ഞാൻ പറഞ്ഞു, ഇപ്പൊ ഒരു പാർട്ടി പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ മമ്മൂട്ടി ഒരു നല്ല നടനാണ്, ഒരു ഭരത് മമ്മൂട്ടി എന്ന് പറയുന്ന ആ മമ്മൂട്ടി ഒരു സാധാ കോൺഗ്രസ് പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ആരാണ്? അദ്ദേഹം കൈരളിയുടെ ചെയർമാനാണ്, ഇടതുപക്ഷ അനുഭാവിയാണ്. പാർട്ടി രാഷ്ട്രീയം പറയുമ്പോൾ നമ്മൾ അങ്ങനെ പറയണ്ടേ? പക്ഷെ നമ്മുടെ നേതാക്കന്മാർ എന്നെയും മമ്മൂട്ടിയുടെ തോളത്ത് കൈയിടും, മമ്മൂട്ടി വിളിക്കുന്ന നമ്മുടെ പരിപാടികൾക്ക് വിളിക്കും. പക്ഷെ ആരെയാണ് കോൺഗ്രസ്സുകാർ വിളിക്കേണ്ടത്? കോൺഗ്രസ്സുകാർ വിളിക്കുന്നത് ധർമ്മജനെ വിളിക്കണം, നമ്മുടെ പിഷാരടിയെ വിളിക്കണം, അവർക്ക് ആ പൊസിഷൻ. പക്ഷേ കോൺഗ്രസ്സുകാർക്കൊരു പ്രശ്നമുണ്ട്, കൂടെ നിൽക്കുന്നവനെ ഇപ്പൊ ഈ പറഞ്ഞ ഈ രാഹുലിന്റെ വിഷയം പറഞ്ഞതുപോലെ കൂടെ നിൽക്കുന്നവനെ പ്രൊട്ടക്ട് ചെയ്യാല. അവരുടെ മമ്മൂട്ടിനെ ഒരു ഇടതുപക്ഷ സഹയാത്രികനായിട്ട് മാത്രമേ കോൺഗ്രസിന്റെ അനുഭവം. പക്ഷെ നേതാക്കന്മാർക്ക് അങ്ങനെയല്ല, നേതാക്കന്മാർക്ക് മമ്മൂട്ടിയുടെ തോളത്ത് കൈയിടണം. അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതുകൊണ്ടാണ് ഈ പാർട്ടി ഓരോ തവണയും ഈ ഗതികേടിലേക്ക് പോകുന്നത്. അങ്ങനെയുള്ള ഒരുപിടി ഈ ഇടതുപക്ഷം ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ള, ഇപ്പം ഞാൻ പറയാം, UDF സർക്കാരുകൾ കൊണ്ടുവന്നിട്ടുള്ള നന്മയുടെ പല പരിപാടികളും കടമൊക്കെ ഈ പറഞ്ഞ നമ്മുടെ സംസ്ഥാനം കേരളം എന്ന് പറഞ്ഞ സംസ്ഥാനം എവിടെ പോയി നിൽക്കേണ്ട ഒരു സംസ്ഥാനമാണ്. അവിടെ ഈ കമ്മ്യൂണിസം കൊണ്ട് ഇത് ഒരു വിധത്തിൽ ഈ പറഞ്ഞ അവരുടെ ആ മെഷീനറി ഗീബൽസിയൻ തന്ത്രം കൊണ്ട് ഇവര് പറഞ്ഞുണ്ടാക്കുന്ന വികസനങ്ങള് എത്രമാത്രം കടമാണ് ഈ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാക്കി വെച്ചേക്കണത്. ഈ കടമൊക്കെ എത്ര കാലം കൊണ്ട് റിക്കവർ ചെയ്യാൻ പറ്റും? പക്ഷെ നല്ല ഒരു എന്നാ പറയണേ, ഒരു വിഷണറി ആയിട്ടുള്ള നല്ലൊരു നേതൃത്വം, അതായത് ഈ മതങ്ങൾക്കും മറ്റുള്ള വിശ്വാസങ്ങൾക്കും അടിമപ്പെടാതെ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി ഉള്ള ഒരു നേതൃത്വം കേരളത്തിന് വന്നാൽ മാത്രമേ കേരളത്തിന് ഇനിയുള്ള മുന്നോട്ടുള്ള ഒരു കുതിപ്പിന്, കാരണം കേരളം പോലെ ഒരു സംസ്ഥാനത്തിന് എത്തി നിൽക്കേണ്ട ഒരവസ്ഥയിലല്ല കേരളം ഇന്ന് നിൽക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് UDF, കാരണം ഇപ്പോഴത്തെ കണ്ടീഷൻ പറയാം, കോൺഗ്രസ്സുകാരുടെയും അല്ലെങ്കിൽ ഈ UDFന്റെ ഒക്കെ അവരുടെ വിജയത്തിന്റെ തിളക്കത്തിൽ അവർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഓരോ ആൾക്കാരും അങ്ങനെയാണല്ലോ വിചാരിക്കുന്നത്. ഇപ്പം എനിക്ക് ശേഷം പ്രളയം എന്ന് വിചാരിക്കുന്ന ഒരുപിടി നേതാക്കന്മാരാണ്. ഇന്നത്തെ കാലത്ത് കുറച്ചൊക്കെ സെൽഫിഷ് ആകാം, അതിനൊന്നും നമുക്ക് പറയാൻ പറ്റിയല്ല. സാമൂഹിക നന്മ മാത്രം പ്രവർത്തിച്ചല്ല, എനിക്കൊരു അവസരം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ ഏതറ്റം വരെയും പോകും, കാരണം പിന്നെ അതിനെ നശിപ്പിക്കുക എന്ന് പറയുന്നതാണ്. പക്ഷെ ഇതൊരു ഈ ഒരു പാർട്ടിക്ക് ഒരു ആശയം അടിത്തറ കൊടുക്കാതെ ഇനി ഈ ഒരു പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ പറ്റിയല്ല. ഇത് ഈ പറയുന്ന രീതിയിലുള്ള ഒരു പ്രതിപക്ഷത്തിരിക്കുന്ന ഇപ്പൊ മമ്മൂട്ടി നമ്മളൊരു ഉദാഹരണം പറഞ്ഞാണ്, അങ്ങനെ പോലും കാണിക്കുന്ന സമരസപ്പെടുന്ന ഒരു നേതൃത്വം വന്നു കഴിഞ്ഞാൽ അത് ഈ പാർട്ടി അണികൾക്ക്, അതായത് കോൺഗ്രസ് അനുഭാവികൾക്ക്, പണ്ടത്തെ കാലത്തൊക്കെ ഇപ്പൊ പറഞ്ഞില്ലേ ആന്റണിയുടെ ആദർശത്തിന്റെ ഒക്കെ ആ കാലഘട്ടം കഴിഞ്ഞു. അതൊക്കെ വെറും ഒരു പൊയ്മുഖമായിരുന്നു, ഒരു കാപഠ്യമായിരുന്നു എന്നൊക്കെ ഇന്ന് തിരിച്ചറിയുന്ന ഒരു വലിയ ജനസമൂഹമുണ്ട്. അത് പാർട്ടിക്കാർ തന്നെയുണ്ട്, കോൺഗ്രസ് അനുഭാവികൾ തന്നെയുണ്ട്.
അപ്പം അങ്ങനെയുള്ള ഇത് അദ്ദേഹം അത് നമ്മൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തില് നമ്മൾ കണ്ടതാണ്. കാരണം എത്രമാത്രം തന്നെ ജനങ്ങളുടെ ഇടയിലേക്ക് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മീഡിയ വഴിയായിട്ട് അത് കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോഴും ജനങ്ങൾ അതിനെ എന്താ പറയാ, അത് തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ്. സോ അത് ജനങ്ങൾ കാണുന്നുണ്ട്, അവർ കേൾക്കുന്നുണ്ട്, അവർ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ. അപ്പൊ അത് ഈ UDFന്റെ കാര്യത്തിലും അത് തന്നെയാണ്. അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, നോക്കി കാണുന്നുണ്ട്. ഈ ജിൻസ് പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഈ റിസൾട്ട് വന്നിട്ട് അത് തന്നെ തിരിച്ചിനി നിയമസഭയിലേക്ക് വരുന്ന തെരഞ്ഞെടുപ്പിലും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇരുന്നിട്ട് പ്രവർത്തിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ എല്ലാം നമുക്ക് തന്നെ കിട്ടും എന്നുള്ള റൂമേഴ്സിൽ വിശ്വസിച്ചുകൊണ്ടിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാലൊന്നും അത് വന്ന് മടിയിലേക്ക് വീഴുമെന്നുള്ള ആ ഒരു ഇത് എനിക്കും തോന്നുന്നില്ല. ഇതും ഒരു കാര്യം കൂടെ എനിക്ക് ചോദിക്കാനുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇത് ചോദിക്കുന്നത്. രാഹുൽ പോയതിനു ശേഷം യൂത്ത് കോൺഗ്രസിന്റെ ആ ഒരു അനക്കമില്ലാതായ പോലെ ഒരു തോന്നലില്ലേ? അല്ല, അനക്കമില്ലാതായതുപോലെയല്ല. കാരണം ആ ഒരു വിഷയത്തിനെ പൊതുവായിട്ട്, കാരണം ഈ പ്രത്യേകിച്ച് കോൺഗ്രസ് ഒരു കേഡർ പാർട്ടി അല്ലാത്തത് കൊണ്ട് ഈ പാർട്ടി അനുഭാവികളും പാർട്ടി അണികളും അല്ലെങ്കിൽ യൂത്തും ഒക്കെ ഇതിനെ ഒരു ഇമോഷണൽ ആയിട്ടാണ് കാണുന്നത്. ആ ഇമോഷണൽ ആയിട്ട് കാണുന്നുണ്ട്. രണ്ട് തന്നെ രാഹുലിന് ഇപ്പൊ ഈ പറഞ്ഞതിൽ ഒക്കെ ഇതിൻ്റെ അകത്ത് പിന്നെ LDFന്റെ അല്ലെങ്കിൽ അവരുടെ ഈ അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ്. കാരണം ഈ പരാതിയുമായിട്ട് വന്ന ചില ആൾക്കാർ ഇപ്പൊ പറയാണ്, ഇപ്പൊ നമ്മൾ പറയല്ലേ ഈ CPM എപ്പോഴും ഒരു പെണ്ണുകേസ് ഇല്ലാതെ നമുക്ക് അവർക്കൊരു ഇലക്ഷൻ വിജയിക്കാൻ പറ്റിയല്ല. ഇപ്പൊ അവര് ഗുണ്ടുകളെയൊക്കെ ഇപ്പൊ അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നും ഒക്കെയാണ് ഇറക്കുന്നത്. അതുള്ള കാര്യം നമുക്ക് പറയാതിരിക്കാൻ വയ്യ. അപ്പൊ നാട്ടിൽ ഇതൊന്നും അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാര് അവര് ഈ ഇതുമായിട്ട് വന്ന ആൾക്കാർ തന്നെ ഇവര് തന്നെ ഈ പൊട്ടത്തരം ഈ പെണ്ണുങ്ങൾ തന്നെ ഈ പരാതി പറയുന്നതിനൊക്കെ പറയാ. ഇതിനൊക്കെ കൊട പിടിച്ചു കൊടുക്കുന്നത് നമുക്ക് പോലീസുകാരോടാണ് സഹതാപം. നമ്മൾ അത് തന്നെ പറഞ്ഞിട്ട് പറയുകയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നില്ല, കാരണം ആ ഒരു ചെറിയ ഈ അണികൾക്കകത്ത് അല്ലെങ്കിൽ യൂത്തിനകത്ത് ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന യൂത്തിന് അതിന്റെ അകത്തൊരു ചെറിയ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ട്. അവരുടെ എനർജി നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. കാരണം ഇത് പാർട്ടി ഫൈറ്റ് ചെയ്യാൻ തീരുമാനിക്കണമായിരുന്നു. അദ്ദേഹത്തിന് പറയാം പാർട്ടി ഇപ്പൊ ഇതിന്റെ അകത്തുനിന്ന് പാർട്ടി പരിപാടികളിൽ നിന്ന് മാറ്റി നിർത്തുക, സസ്പെൻഡ് ചെയ്യുക, ഡിസ്മിസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അത് കാരണം അത് കുറ്റം തെളിയിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ഇനി ഇതിൽ കൂട്ട് 10 കേസുകൾ വന്നോട്ടെ. കാരണം സ്വാഭാവികമായിട്ടും കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രിയെ, അതായത് ഒരു ഇരട്ടിയിൽ കൂടെ പ്രായമുള്ള ഒരാളെ നേരിട്ട് വിളിച്ച് സംസാരിക്കാൻ, നിയമസഭയിൽ അതുപോലെ സംസാരിക്കാൻ കഴിവുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിന് തന്റെ ഇടമുള്ള ഒരാളെ സ്വാഭാവികമായിട്ടും അതിന് എതിർപ്പ് വരുമല്ലോ. അങ്ങനെ നിൽക്കുന്നിടത്ത് ഉടനെ പിന്നെ ഇരിക്കാൻ പറഞ്ഞിടത്ത് കുനിഞ്ഞു കിടക്കുന്ന ഒരു നേതൃത്വമാണെങ്കിൽ പിന്നെ അങ്ങനെ നേതൃത്വത്തിൽ നിൽക്കുകയല്ല. പണ്ടൊക്കെ നമ്മൾ പറയേ ഈ കോളേജ് രാഷ്ട്രീയത്തിൽ പോലും ഈ പിന്നെ ABVP അല്ലെ SFI ഒക്കെ തല്ല് കൊണ്ടു കഴിഞ്ഞാലും കോൺഗ്രസ്സുകാർക്ക് KSകാർക്ക് തല്ല് കിട്ടിക്കഴിഞ്ഞാൽ അവർ ആ തല്ല് സ്വന്തമായിട്ട് തിരിച്ചു കൊടുക്കാനേ പറ്റുള്ളൂ. പാർട്ടി അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ രാഷ്ട്രീയം അതല്ല, സഹനത്തിന്റെ പാതയാണ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ഇടത് കവിളിൽ അടിച്ചു കഴിഞ്ഞാൽ നിന്റെ വലത് കരം കൂടി കാണിച്ചു കൊടുക്കാൻ പറയുന്ന രാഷ്ട്രീയം പറഞ്ഞ് കോൺഗ്രസ്സുകാർ നിൽക്കുകയുള്ളൂ. ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു. ഇന്നിപ്പോ അങ്ങനെയൊന്നും പാർട്ടിക്ക് പ്രവർത്തിക്കാനുള്ള ആളെ കിട്ടുമെന്ന് തോന്നണില്ല. പക്ഷെ ഇതൊരു മാസ് ആയിട്ടൊരു സമൂഹം ഇങ്ങനെ ഒരു ട്രെൻഡിന്റെ പുറത്ത് ഒത്തുകൂടി വരുന്നതാണ്. പക്ഷെ കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ഇപ്പൊ ഇതൊന്നും ഒരു വിഷയമല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ രാഹുലിന്റെ വിഷയമൊന്നും ഒരു വിഷയമാണെങ്കിൽ അത് രണ്ട് പാർട്ടിക്കും അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അത് അവർക്കില്ലാത്ത ഒരു കുറ്റം എങ്ങനെ രാഹുലിന് വരുന്നു എന്നുള്ളതാണ് ഈ സാധാരണക്കാർ ചോദിക്കുന്ന ചോദ്യം. അതാണല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാൻ പറ്റുന്നത്, പ്രവാസികളായിട്ടുള്ള ആൾക്കാര് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ അവർക്കും ഈ പൊളിറ്റിക്സിൽ ഇടപെടാൻ പറ്റുന്ന, അവർക്കും ഈ നാടുമായിട്ട് വളരെ ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരു വലിയ ഓഡിയൻസ് ഉണ്ട്. അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കുകയും ചെയ്യുക. പക്ഷെ UDF തന്നെ നല്ല ഒരു വിജയ ശതമാനത്തോടു കൂടി വരാനുള്ള ഒരു ട്രെൻഡും, കാരണം അത്രമാത്രം ഭരണവിരുദ്ധ വികാരമാണ് ഈ നാട്ടിലുള്ളത്. കാരണം ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു വലിയ സമൂഹം താഴെയുണ്ട്. അത് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ 10,000, 10,000, 15,000 രൂപയ്ക്കൊന്നും നാട്ടിൽ അങ്ങനെ ജീവിച്ചു പോകാൻ പറ്റുന്നില്ല. കുറെ ആൾക്കാർ വളരെ സുഭിക്ഷമായിട്ട് 10-50 വണ്ടികളുടെ അകമ്പടിയോടെ കൂടി ഈ പാവങ്ങളുടെ മുഖത്തോടെ നെഞ്ചത്ത് സയറിനടിച്ച് പോകുന്ന കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർക്കൊരു തോന്നൂലേ എത്രമാത്രം അടിമ. ഞാൻ വളരെ ആഗ്രഹിക്കുന്നുണ്ട് ഈ അടുത്ത ഗവൺമെന്റ് വരുമ്പോഴത്തേനും ആദ്യം നിർത്തലാക്കേണ്ടത് അവിടുത്തെ ഹോണടിയാണ്. അല്ല, ഹോണടി തന്നെ ഇതെന്നറിയാം, ഇത് ജനങ്ങളാണ് ഈ ജനാധിപത്യത്തിന്റെ നെടുന്തൂണെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ബോധമില്ലെങ്കിൽ അവരറിയിക്കുന്ന നേതാക്കളെ അവർക്ക് കിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ആദ്യം അവര് തന്നെയാണ് അവർ തിരുത്തേണ്ടത്. കാരണം അവരെ ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രിവിലേജും
നമ്മൾ പറയല്ലോ വിദേശ രാജ്യത്ത് ഇപ്പം ബ്രിട്ടനിലായിക്കോട്ടെ അമേരിക്കയിലായിട്ട് പ്രസിഡന്റിനോട് മറ്റേ എഫ് പറയാൻ സാധാരണ വഴിയെ പോകുന്നതിനും പറയാനുള്ള തന്റെ ഇടം ഉണ്ടല്ലോ. അപ്പൊ അത് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഇന്ന് ചുമ്മാ ഒരു കറുത്ത കൊടി കാണിച്ചു കഴിഞ്ഞാൽ തലതല്ലി പൊട്ടിക്കുന്ന ഒരു അടിമ സംസ്കാരം മാറാതെ നമുക്ക് പറയല. പക്ഷെ മറ്റുള്ള സംസ്ഥാനങ്ങൾ ഉടനെ നമ്മൾ വടക്കോട്ട് നോക്കിക്കോളാൻ പറയുന്നൊന്നുമല്ല. കേരളം എന്ന് പറയുന്നത് ഇന്നും പണ്ടും അത്രമാത്രം വിദ്യാഭ്യാസത്തിലും എല്ലാം ഉന്നതിയിൽ നിൽക്കുന്ന സംസ്ഥാനത്ത് ഈ ഒരു ഇതല്ല അവിടുത്തെ ജനങ്ങള് അർഹിക്കുന്നത് എന്ന് മാത്രമേ ഈ കാര്യത്തിൽ പറയാനുള്ളൂ. എനിവേ നമുക്ക് പ്രതീക്ഷിക്കാം നല്ലൊരു കേരളത്തിന്റെ ഭാവിക്കായിട്ട് നല്ലൊരു സർക്കാർ വരട്ടെ, നല്ലൊരു സർക്കാർ വരട്ടെ, യുവജനങ്ങൾ വരട്ടെ. അതില് നമ്മള് അമേരിക്ക, കാനഡ, വിദേശത്തിരിക്കുന്ന പ്രവാസി മലയാളികളും മറ്റുള്ള ആൾക്കാർക്കും അവരുടെ റോളുകൾ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ. അവരുടെ പ്രവർത്തനങ്ങളായിരിക്കും നമ്മുടെ നാട് നന്നായിട്ട് പോയാലേ നമുക്കും നമ്മുടെ നാട്ടിൽ കൂടെ സ്വൈര്യമായിട്ട് നടക്കാനും ജീവിക്കാനും ഒക്കെ സാഹചര്യം ഉണ്ടാവുള്ളൂ എന്നാണ് ഇതിനകത്ത് പറയാനുള്ളത്. ഇനി വരുന്ന സർക്കാരിനുള്ള എല്ലാ ഭാവുകങ്ങളും നമ്മൾ ഇപ്പോഴേ നേർന്നുകൊള്ളുന്നു. യുവജനങ്ങളുടെ ശക്തി വരട്ടെ എന്ന് ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. വീണ്ടും ഒരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു.